ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. വളരെ സിമ്പിളായും ടേസ്റ്റിയായും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ക്യാരമൽ ബ്രെഡ് പുഡിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഈ ബ്രെഡൊക്കെ അതിലേക്ക് പീസസ് ആക്കി ഇട്ട് കൊടുക്കാം. എല്ലാ ബ്രെഡും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിതിലോട്ടൊരു 3 മുട്ട ആവശ്യമായിട്ടുണ്ട്. നമുക്കൊരു 3 മുട്ടയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1.5 കപ്പ് പാല് കൂടി ചേർക്കാം. ഇപ്പോൾ ഞാൻ 1 കപ്പ് ചേർത്തു. ഇനി ഒരു 1/2 കപ്പും കൂടി നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആവശ്യമായിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഞാൻ 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. അടുത്തതായി ഒരു പാനിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ക്യാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് ക്യാരമലൈസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം ക്യാരമലൈസ് ആയി. ഇത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ എടുക്കുന്ന ബൗളിലോട്ടാണ് കേട്ടോ നമ്മളിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ ബ്ലെൻഡാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബാറ്റർ കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വയ്ക്കാം. സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിംഗ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.